أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تكن آياتي تتلى عليكم فكنتم بها تكذبون. قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين. قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين. ربنا أخرجنا منها فإن عدنا فإنا ظالمون. قال اخسئوا فيها ولا تكلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1131 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 105 മുതൽ 108 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تكن آياتي تتلى عليكم فكنتم بها تكذبون. قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين. ربنا أخرجنا منها فإن عدنا فإنا ظالمون. قال اخسئوا فيها ولا تكلمون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 105 മുതൽ 108 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ദൈവിക സന്ദേശം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് അതിനെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്തുകൊണ്ട് സത്യനിഷേധികളായി നിലകൊള്ളാൻ തീരുമാനിച്ച് ശത്രുതാപരമായും വിദ്വേഷം ഇളക്കിവിടുന്ന വിധത്തിലൊക്കെ പ്രതികരിച്ച ആളുകൾ അവര് അതിനെ തുടർന്ന് അവരെ മരണം സമീപിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മൾ പിന്നീട് ആയത്തുകളിൽ കാണുകയുണ്ടായത്. അവര് മരണാസന്നരാകുമ്പോൾ ഒരു ഞെട്ടലോടുകൂടി സത്യം തിരിച്ചറിയുകയും അത് കൃത്യതയോടുകൂടി ബോധ്യപ്പെടുകയും ചെയ്ത അവസ്ഥയിൽ അവർ അല്ലാഹുവിനോടായിട്ട് പറയുന്നത് റബ്ബിർജിഊൻ എന്നാണ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ തിരിച്ചയക്കണമേ. ലഅല്ലി അഅ്മലു സ്വാലിഹ, ഞാൻ സൽക്കർമ്മം പ്രവർത്തിക്കട്ടെ, ഭൂമിയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക്, സാഹചര്യത്തിലേക്ക് എന്നെ നീ വീണ്ടും അയക്കണമേ. എനിക്കൊരു അവസരം കൂടി തരണമേ. എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരു അവസരം കൂടി ആവട്ടെ എന്ന നിലക്കാണ് അവർ പറയുക. അവസരം നൽകപ്പെട്ടപ്പോ ആദ്യത്തെ വട്ടം അവരതിനൊന്നും സന്നദ്ധരായിട്ടില്ല. ഇപ്പോ അള്ളാഹു പറയുന്നത്, എന്നെ തിരിച്ചയക്കണമേ, ഞാൻ സൽക്കർമ്മം ചെയ്യട്ടെ എന്ന് പറയുന്ന
ആളുകളുടെ ആ സംസാരത്തിനെ കുറിച്ച് ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അത് അവരുടെ ഒരു വെറും വർത്തമാനം മാത്രമാണ്. അതവർക്കൊരിക്കലും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അവര് അതിനു വേണ്ടി മനസ്സ് പാകപ്പെടുന്നവരാവുകയില്ല. അത് അവരുടെ വെറും സംസാരം മാത്രമാണ്. ഒരിക്കൽ കൂടി അവസരം നൽകപ്പെട്ടത് കൊണ്ട് അവർക്കത് പ്രയോജനം ചെയ്യുകയില്ല എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കേണ്ടത്. അള്ളാഹുവിന്റെ തീരുമാനം ഭൗതിക ലോകത്തെ ജീവിതം അവരിൽ നിന്ന് പൂർണ്ണമായിട്ടും അറുത്തു മാറ്റുക എന്നതാണ്. ഭൗതിക ലോകത്തെ ജീവിതവുമായി അവരെ വേർപ്പെടുത്തുന്ന ഒരു മറ, ഒരു ബർസഖ് വന്നു ചേരുന്നു. അന്ത്യനാൾ വരെ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ അവര് ആ വിധത്തിൽ ഒരു മറയിട്ട് നിർത്തപ്പെടുന്നവരാണ്. ഭൗതിക ലോകവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അത് കാണാൻ, ഇടപെടാൻ ഒന്നും അവർക്ക് കഴിയാത്ത വിധത്തില് അവര് ഒരു മറക്കകത്ത് ആക്കപ്പെടുന്നതാണ്. അങ്ങനെ കാഹളത്തില് ഊതപ്പെടുന്ന സന്ദർഭത്തില് എല്ലാ ബന്ധങ്ങളും അറ്റുപോകുന്ന, എല്ലാ രക്തബന്ധം, കുടുംബബന്ധം, വൈവാഹിക ബന്ധം പോലെയുള്ളതൊക്കെയും, സൗഹൃദം, ഇതൊക്കെയും അറ്റുപോകുന്ന വിധത്തില്, റിലേഷൻഷിപ്പിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത വിധത്തില് ആണ് ആ നാളുണ്ടാവുക. ആരും പരസ്പരം ആരായുക പോലും ചെയ്യുകയില്ല. മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനോ തിരക്കാനോ ഒന്നും ആർക്കും പറ്റുകയില്ലാത്ത ഒരവസ്ഥ. അന്ന് ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ മേന്മ മാത്രമാണ് അവർക്ക് രക്ഷയായിട്ടുള്ളത്. ആരുടെ നന്മയുടെ തുലാസിന്റെ തട്ടാണോ കനം തൂങ്ങി നിൽക്കുന്നത്, അവരാണ് അന്ന് വിജയികളാവുക. ആരുടെ നല്ല കർമ്മങ്ങളുടെ തുലാസിന്റെ തട്ടാണോ കനം കുറഞ്ഞു നിൽക്കുന്നത്, അവരാണ് നരകത്തിനായിട്ട് സ്വയം നഷ്ടപ്പെടുത്തിയ ആളുകൾ. അവരതിൽ നിത്യമായി വസിക്കുന്നവരുമായിരിക്കും. അവരുടെ മുഖം, നരകാഗ്നി അവരുടെ മുഖത്തിന്റെ തൊലി വെന്തുരുകിയ അവസ്ഥയിലാക്കിയിട്ടുണ്ടാകും. വഹും ഫീഹ കാലിഹൂൻ, അവര് പല്ലിളിക്കുന്ന അവസ്ഥയിലാണ് അവിടെ കാണപ്പെടുക. അതായിരിക്കും ഈ നിഷേധികൾ ഏറ്റുവാങ്ങാൻ പോകുന്ന ഒരു പരിണിതി. ആത്യന്തികമായിട്ട് ഇന്ന് അവര് വലിയ കരുത്തുള്ളവരും സ്വാധീനമുള്ളവരും ഒക്കെ ആയിട്ടായിരിക്കാം ഉണ്ടാവുന്നത്. പക്ഷേ നിസ്സഹായതയുടെ തുല്യതയില്ലാത്ത അവസ്ഥയിലായിരിക്കും അവര് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന അന്ത്യനാൾ എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ആ ഘട്ടത്തിൽ അവരോട് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. അള്ളാഹു അവരുടെ അവസ്ഥയിൽ അവര് വിലപിച്ചുകൊണ്ട് അവരെ തിരികെ അയക്കണമേ, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഒരു അവസരം കൂടി തരണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനായി അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയും കെഞ്ചിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ അവസ്ഥയിൽ അള്ളാഹു അവരോട് പ്രതികരിക്കുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള 105 മുതൽ 108 വരെയുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ആ ആയത്തുകളുടെ സാരമൊന്ന് പരിശോധിക്കാം. അലം തക്കുൻ ആയാതി തുത്ല അലൈക്കും, അള്ളാഹു അവരോട് ചോദിക്കുകയാണ്. അലം തക്കുൻ ആയാതി തുത്ല അലൈക്കും, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? എന്റെ വചനങ്ങൾ, എന്റെ ആയാത്തുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ദൈവിക വചനങ്ങൾ, എന്റെ ആയാത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഫകുന്തും ബിഹാ തുകദ്ദിബൂൻ, എന്നിട്ട് നിങ്ങൾ അതിനെ കളവാക്കി കളയുകയായിരുന്നില്ലേ? ഇതാണ്
ചോദ്യം. ഒരവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, കൃത്യമായി നിങ്ങൾക്ക് ബുദ്ധിപരമായ നിലക്ക് ബോധ്യപ്പെടാൻ കഴിയുന്ന ദൃഷ്ടാന്തങ്ങളാണ്, ദൈവിക ദൃഷ്ടാന്തങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കപ്പെട്ടിരുന്നത്. ധാരാളം മതിയായിരുന്നു അതൊക്കെ തന്നെ. ആ ദൈവിക ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ട് ഈ പ്രാപഞ്ചിക സംവിധാനത്തിന്റെ സൂചനകളെ മലക്കൂത്തു സമാവാത്തി വല്ലർള് വായിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഹഖിന്റെ പാത പിന്തുടരാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നതല്ല. ഈ രണ്ട് സംഗതികളും നിങ്ങൾക്ക് ധാരാളം മതിയായതായിരുന്നു. പ്രപഞ്ചത്തില് അള്ളാഹു വിന്യസിപ്പിച്ചു വെച്ചിട്ടുള്ള അസംഖ്യം ദൃഷ്ടാന്തങ്ങൾ, ദൈവിക ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ഉണ്മയെയും അള്ളാഹുവിന്റെ ഏകത്വത്തെയും ബോധ്യപ്പെടുത്തി തരുന്ന അസംഖ്യം പ്രതിഭാസങ്ങള് മനുഷ്യരുടെ ചുറ്റുപാടിലുമായിട്ട് അവർക്ക് ദൃഷ്ടിയിൽ പതിയുന്നതായിട്ട് തന്നെയുണ്ട്. ഇതിന് പിൻബലമായിക്കൊണ്ടുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാര് അവരെ കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പരാജിതരായിരിക്കുന്നത് ആരാണ്? ഫകുൻതും ബിഹാ തുകസിബൂൻ. ആ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞ, തള്ളിക്കളഞ്ഞ, കളവാക്കിയ ആളുകളാണ്. അപ്പോ അത്തരം ആളുകളോടായിട്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിക്കപ്പെട്ടതാണല്ലോ. അപ്പോഴൊക്കെയും അതിനെ നിഷേധിച്ച് കളവാക്കി കളയുകയായിരുന്നല്ലോ നിങ്ങള്. അങ്ങനെയുള്ള ഒരു കൂട്ടരല്ലേ നിങ്ങൾ എന്നാണ് അവരോട് അള്ളാഹു ചോദിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് യാതൊരു സഹതാപവും അർഹിക്കുന്നില്ല. ഒരു വിധത്തിലുള്ള ദൈവിക സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ദൈവിക സഹായം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു സഹായവും ലഭിക്കാൻ പോകുന്നില്ല. അതിന്റെ കാരണം കണ്ണു തുറപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ കാണിക്കപ്പെട്ടപ്പോ നിങ്ങൾ അതിനെ കളവാക്കുകയായിരുന്നു എന്നതാണ്. അപ്പോ ഈ ആളുകളുടെ പ്രതികരണം, ഖാലു റബ്ബന ഗലബത് അലൈനാ ശഖവതുന വകുന്ന ഖൗമൻ ളാലീൻ. ഏറ്റുപറച്ചിലാണിത്. അവര് പറയുന്നത് എങ്ങനെയാണ്? റബ്ബന ഗലബത് അലൈനാ ശഖവതുന. ഞങ്ങളുടെ ദൗർഭാഗ്യം, ഞങ്ങളുടെ ഭാഗ്യദോഷം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഷിഖ്വത്ത്. ഷിഖ്വത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റെച്ചഡ്നെസ്, മലയാളത്തിലെ അരപ്പത്തരം എന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും ഒട്ടും അഭികാമ്യമല്ലാത്ത ഞങ്ങളുടെ അവസ്ഥ. അതില് ധിക്കാരവും ധാർഷ്ട്യവും നിഗളിപ്പും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സ്വന്തം അവസ്ഥയെക്കുറിച്ചുള്ള ശരിയായൊരു ബോധ്യമില്ലാത്ത ഒരു വിഷയം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിവൃത്തിയില്ലായികയുടെ ഒരു അവസ്ഥയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ ഞങ്ങളുടെ ശഖ്വത്ത് ഞങ്ങളെ അശ്രദ്ധരാക്കി കളഞ്ഞു, ഞങ്ങളെ അല്ലെങ്കിൽ കീഴടക്കി കളഞ്ഞു. ഞങ്ങൾക്ക് അവസരം ഉണ്ടായപ്പോ വേണ്ട വിധത്തിലൊന്നും ഉയർന്നു പ്രവർത്തിക്കാൻ സാധിച്ചില്ല. ഞങ്ങളുടെ അല്പത്തരം, ഞങ്ങളുടെ റെച്ചഡ്നെസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗ്യദോഷം ഞങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. മാത്രമല്ല വകുന്ന ഖൗമൻ ളാലീൻ, ഞങ്ങൾ ശരിക്കും വല്ലാതെ പിഴച്ചു പോയ ഒരു കൂട്ടർ തന്നെയായിരുന്നു. ഇതാണ് അവരെ ഏറ്റു പറയുന്നത്. ഞങ്ങൾ വഴിപിഴച്ചു പോയവരായിരുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. അത് സംഭവിക്കാനുള്ള കാരണം ഞങ്ങളുടെ ശഖ്വത്താണ്. ഞങ്ങളുടെ തീർത്തും നിസ്സഹായമായ അല്ലെങ്കിൽ സഹതാപം അർഹിക്കാത്ത വിധത്തിലുള്ള ഞങ്ങളുടെ അവസ്ഥ. അത് ഞങ്ങളുടെ കാര്യങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെയുള്ള ഞങ്ങൾ കാണിച്ച അഹങ്കാരവും ധിക്കാരവും അതിന്റെ ഫലമായിട്ടുള്ള ഞങ്ങളുടെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ, ഇതൊക്കെ ഞങ്ങളെ കീഴടക്കി കളഞ്ഞു. ഞങ്ങൾ ശരിക്കും പിഴച്ചു പോയ ഒരു കൂട്ടർ തന്നെ ആയി മാറിയിരുന്നു. ഇത് പഴയ കഥ. എന്നാൽ അവർ വീണ്ടും അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന, റബ്ബന അഖ്രിജ്നാ മിൻഹ, പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ നാഥ,
ഞങ്ങളെ നീ ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, ഞങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമേ, പുറത്തു കടത്തണമേ. ഫൈനൂദിന് ഒരിക്കലും ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം, ഞങ്ങളെ മോചിപ്പിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ആ പഴയ ധിക്കാരത്തിലേക്കും അതിക്രമത്തിന്റെ ആ സ്വഭാവത്തിലേക്കും ആ ശിഖവത്തിലേക്കും തന്നെയാണ് തിരികെ പോകുന്നതെങ്കിൽ ഫൈന ലാലിമൂൻ, ഞങ്ങൾ തീർച്ചയായിട്ടും അക്രമകാരികള്, ധിക്കാരികള് ഒക്കെ തന്നെയാണ്. ഞങ്ങൾ ശരിക്കും ശിക്ഷ അർഹിക്കുന്നുണ്ട്. ഇപ്പോ ഞങ്ങൾക്ക് ശരിക്കും അറിയാതെയാണ് ഞങ്ങൾ ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ ശിക്ഷയുടെ കാഠിന്യമോ അല്ലെങ്കിൽ അതിന് കാരണമാവുന്ന ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ധിക്കാരമോ ഒന്നും ഞങ്ങൾ അതിനെക്കുറിച്ച് വേണ്ടത്ര ബോധമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് നീ ഞങ്ങളെ തിരിച്ചയക്കണമേ. ഞങ്ങൾ എന്നിട്ട് വീണ്ടും ആ പഴയ നിലപാടിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ അതാണ് അള്ളാഹു നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം. ഈ ആളുകള് അവർക്ക് വീണ്ടും ഒരു അവസരം നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അവര് വീണ്ടും പഴയ പോലെ കാലിയായ മനസ്സുമായിട്ടാണ് വരിക. ഈ ആഖിറത്തിന് നേരിട്ടതോ നരകത്തിന്റെ കടുപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയതോ ആയ യാതൊരു ഓർമ്മയും അവരുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാവില്ല. ഒന്നാമത്തെ വട്ടം അവര് ഏത് വിധത്തിലാണോ ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതേപോലെയൊക്കെ തന്നെയാണ് വീണ്ടും അവർക്ക് വരേണ്ടി വരിക. അപ്പോ അവര് നേരത്തെ എങ്ങനെയൊക്കെയാണോ ജീവിച്ചത് അതേ വിധത്തിലൊക്കെ തന്നെ ആയിരിക്കും അവർ വീണ്ടും ജീവിക്കുക. അതങ്ങനെ ആവർത്തിച്ചത് കൊണ്ട് വിശേഷിച്ചൊരു കാര്യവുമില്ല എന്നതാണ് അള്ളാഹു നേരത്തെ നൽകിയ മറുപടിയുടെ ഒരു കാതൽ. അതിന്റെ ഒരു മർമ്മം അതാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരുടെ പ്രതികരണം. അഖ്രിജ്ന മിൻഹ, ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണമേ. എന്നിട്ട് ഞങ്ങൾ വീണ്ടും പഴയ പോലെയൊക്കെ ആവുകയാണെങ്കിൽ, അങ്ങനെ ആവുന്നാണല്ലോ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്, അങ്ങനെ വീണ്ടും ഞങ്ങൾ പഴയൊക്കെ പോലെയൊക്കെ തന്നെ ധിക്കാരികളായി മാറുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഒരു സഹതാപവും അർഹിക്കാത്ത വിധത്തിലുള്ള ലാലിമുകൾ തന്നെയായിരിക്കും. അതാണ് അവർ ഏറ്റു പറയുന്നത്. ഫൈനൊഴുതിന, ഞങ്ങൾ മടങ്ങുകയാണെങ്കിൽ, ഞങ്ങൾ പഴയ ധിക്കാരത്തിലേക്ക്, അനുസരണക്കേടിലേക്ക്, നിഷേധത്തിലേക്ക് ഒക്കെ തന്നെ മടങ്ങുകയാണെങ്കിൽ ഫഇന്ന ലാലിമൂൻ, ഞങ്ങൾ ശരിക്കും അക്രമകാരികൾ തന്നെയാണ്, ലാലിമുകൾ തന്നെയാണ്, ധിക്കാരികളും അതുപോലെ അനീതി ചെയ്യുന്നവരും അക്രമം ചെയ്യുന്നവരും ഒക്കെ തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങള് ശിക്ഷ അർഹിക്കുന്നവരാണ് എന്നാണ് അവർ പറയുന്നത്. ഒരിക്കലൂടെ ഞങ്ങളൊന്ന് അയക്കണം, എന്നിട്ട് വീണ്ടും ഞങ്ങൾ അതേപോലെ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ലാലിമുകളാണ്. അപ്പൊ ലാലിമുകള് തന്നെയാണ്, ഒരു സഹതാപവും അർഹിക്കുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോ അതിന്റെ അർത്ഥം അവര് ശിക്ഷ അർഹിക്കുന്നു എന്നതാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടും നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണമെന്ന് അവര് കേണു പറഞ്ഞുകൊണ്ടും അവര് സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അവര് യാതൊരു സഹതാപവും അർഹിക്കുന്നില്ല എന്നതാണ്. കാരണം അള്ളാഹു ഉന്നയിച്ചൊരു വിഷയം അവര് വീണ്ടും പഴയ പോലെ തന്നെ ആ അധികാരത്തിലേക്ക് തന്നെ മടങ്ങും എന്ന ഒരു കാര്യം, അത് അങ്ങനെ ആവുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ലാലിമുകളാണ് എന്ന് പറയുമ്പോ അങ്ങനെ ആകുന്നുള്ളത് ഉറപ്പാണ്. കാരണം അവര് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചയക്കപ്പെടുന്നത് പഴയ അവസ്ഥയിൽ തന്നെയാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതുപോലെ ലാലിമുകളായിട്ട് മാറും എന്നത് തന്നെയാണ് വസ്തുത. എന്ന് വെച്ചാൽ ഇപ്പോ തന്നെ അവര് ഒരു സഹതാപവും അർഹിക്കാത്ത, ഒരു അനുതാപവും അർഹിക്കാത്ത ധിക്കാരികളാണ്, അക്രമികളാണ്. ദൈവിക ശിക്ഷ മാത്രമേ അവർക്ക് അർഹതയായിട്ടുള്ളൂ എന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത്. അവര് ഏറ്റുപറയുന്ന വാക്കുകളിൽ തന്നെ അങ്ങനെ ഒരു ലോജിക്ക്, അങ്ങനെ ഒരു യുക്തി അടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹു നൽകുന്ന മറുപടി ഇതാണ്: ഞങ്ങളെ നീ തിരിച്ചയക്കണമേ, ഞങ്ങൾക്ക് ഈ നരകത്തിൽ നിന്ന് മുക്തി നൽകണമേ, ഞങ്ങൾ
സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാകാം. ഇനി അഥവാ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, പഴയ ധിക്കാരത്തിലേക്കൊക്കെ തന്നെയാണ് പോകുന്നതെങ്കിൽ പിന്നെ ഞങ്ങള് അക്രമികൾ തന്നെയാണല്ലോ. നീ തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങില്ലാത്ത വേറൊരു ഓപ്ഷനും നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി ഇതാണ്, "ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ." നിങ്ങൾ അതില്, ഈ നരകത്തില് അപമാനിതരായിട്ട് കഴിഞ്ഞു, മിണ്ടരുത് ഇങ്ങോട്ട് ഒരു കാര്യവും. നിങ്ങളുടെ കാര്യം നിങ്ങൾ ഈ നരകത്തിൽ തന്നെ അപമാനിതരായിട്ട്, നിന്ദ്യരായിട്ട്, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത വിധത്തില് അങ്ങനെ കഴിഞ്ഞോളൂ. നിങ്ങൾക്കുള്ള പ്രതിഫലം അതാണ്. നിങ്ങളുടെ ചെയ്തികൾക്കുള്ള നിങ്ങൾ അർഹിക്കുന്ന പ്രതിഫലം അതാണ്. വലാ തുകല്ലിമൂൻ, എന്നോട് ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ വരരുത്, എന്നോടൊന്നും മിണ്ടിപ്പോകരുത്. ഇതാണ് അള്ളാഹു അവരോട് വളരെ നിർദാക്ഷിണ്യം, നിർദ്ധയം പറയുന്ന കാര്യം. അവർ അർഹിക്കുന്നതാണ് ആ നിർദ്ദയത്വവും ആ നിർദാക്ഷിണ്യപരമായ അള്ളാഹുവിന്റെ നിലപാടും എന്നത് ഒരു വസ്തുതയാണ്. അവരേറ്റുവാങ്ങേണ്ടി വരുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ നിർദാക്ഷിണ്യം അല്ലെങ്കിൽ നിർദ്ദയത്വം ആണ് എന്നത് ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യമാണ്. ഭൂമുഖത്ത് ആരോടെങ്കിലും ഒരു അല്പമെങ്കിലും കാരുണ്യം തോന്നുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ശകലം മാത്രമാണ്. അള്ളാഹു കാരുണ്യം നിഷേധിച്ച ഒരാളുടെ കാര്യത്തിൽ ആരുടെ കാരുണ്യാണ് ഫലം ചെയ്യാൻ പോകുന്നത്? അള്ളാഹുവാണ് കാരുണ്യത്തിന്റെ സ്രോതസ്സാണ്. ദുർറഹ്മ എന്നാണ് അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കരുണാമയൻ, റഹ്മാനും റഹീമും, അത് കൂടാതെ ദുർറഹ്മ എന്നൊക്കെയാണ് അള്ളാഹു സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ അള്ളാഹുവാണ് ഇവിടെ ഈ കൂട്ടർക്ക് കാരുണ്യം നിഷേധിക്കുന്നത്. നിങ്ങൾക്ക് അതിന് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട്, നിങ്ങൾ ഈ അപമാനം, നിങ്ങൾ ഈ നിന്ദ്യത ഇവിടെ കിടന്ന് അനുഭവിച്ചോളൂ, എന്നോട് ഇതിനെക്കുറിച്ച് മിണ്ടാൻ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിവിടുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ഈ നിർദാക്ഷിണ്യം അല്ലെങ്കിൽ നിർദ്ദയത്വം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ എന്നത് ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. കാരണം അള്ളാഹുവിന്റെ കാരുണ്യം ഒരാൾക്ക് നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളോട് കനിവോ ആർദ്രതയോ മനസ്സിന്റെ അലിവോ കാണിക്കാൻ കഴിയുന്ന ഒരാളും ഉണ്ടാവില്ല. കാരണം കാരുണ്യം എന്നത് അള്ളാഹുവിൻ്റെതാണ്. അതിന്റെ ഒരു തരിമ്പാണ് മനുഷ്യർക്ക് ആകെയായിട്ട് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജീവജാലങ്ങൾ പരസ്പരം കാണിക്കുന്ന കാരുണ്യവും മനുഷ്യര് പരസ്പരം കാണിക്കുന്ന കാരുണ്യമൊക്കെ ആ ദൈവിക കാരുണ്യത്തിന്റെ ഒരു ശകലം വിഹിതം വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ അള്ളാഹു കാരുണ്യം നിഷേധിക്കുകയാണെങ്കിൽ ഒരാളോട്, അയാൾ എത്ര ധിക്കാരിയായിട്ട് ജീവിക്കുകയാണെങ്കിലും അയാൾക്ക് കണ്ണ് കാണുന്നു, കാത് കേൾക്കുന്നു, അയാളുടെ ദഹന പ്രക്രിയ പ്രവർത്തനക്ഷമമാകുന്നു, അയാളുടെ നെർവസ് സിസ്റ്റം വളരെ ഇഫക്റ്റീവാണ്, അയാളുടെ രക്തധമനികളിലൂടെ രക്തം ഒഴുകുന്നുണ്ട്, അയാളുടെ ശരീരം പൊട്ടിപ്പൊളിഞ്ഞ് ചീഞ്ഞളിഞ്ഞ് പോകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഒരാൾ ജീവിക്കുന്നു എന്നതിന്റെ അർത്ഥം അയാൾ എത്രയും വലിയ ധിക്കാരിയായിട്ടുണ്ടെങ്കിലും അയാള് ദൈവിക കാരുണ്യം നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന ഏത് ധിക്കാരിയുടെ കാര്യത്തിലും അയാള് ദൈവിക കാരുണ്യം നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അയാൾക്ക് കുടിനീര് ഇറക്കാൻ പറ്റുന്നത്, ഭക്ഷണം ചവച്ച് അന്നനാളത്തിലേക്ക് അങ്ങനെ കടത്തിവിടാൻ പറ്റുന്നത്, മൂത്രം ഒഴിക്കാൻ പറ്റുന്നത്, മലവിസർജനം ചെയ്യാൻ പറ്റുന്നത്, അയാളുടെ രക്തം കട്ട പിടിച്ചു പോകാതിരിക്കുന്നത്, ചർമ്മം ചീഞ്ഞളഞ്ഞ് ശരീരഭാഗങ്ങൾ പഴുത്ത് നാറാതിരിക്കുന്നത്, ഇതൊക്കെ അയാൾ നിരന്തരം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക കാരുണ്യത്താലാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിനോട് അഹങ്കാരത്തോടു കൂടി മാത്രം പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ആ അവസ്ഥയിൽ പോലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും ദൈവിക കാരുണ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ നിഷേധികളെ നരകത്തില്
ചെന്ന് പതിക്കേണ്ടി വരുന്ന ഘട്ടത്തില് അള്ളാഹുവിനോട് വിലപിച്ചുകൊണ്ട് പറയുന്ന കാര്യമുണ്ടല്ലോ, റബ്ബന ഗലബത്ത് അലൈനാ ശഖവത്തുനാ വകുന്നാ ഖൗമൻ ളാലീൻ റബ്ബന അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ആ വിലാപം, അതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു നടത്തുന്ന മറുപടി, ഇഖ്സഊ ഫീഹാ, നിങ്ങൾ അതില് ആ നരകത്തില് അപമാനിതരായിക്കൊണ്ട്, നിന്ദ്യരായിക്കൊണ്ട്, അഭിശപ്തരായിക്കൊണ്ട് കഴിഞ്ഞുകൊള്ളുക. എന്റെ അടുക്കലേക്ക് നിങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി വരരുത്. വലാ തുകല്ലിമൂൻ, എന്നോട് സംസാരിക്കാൻ മുതിരരുത്. ഇതാണ് അവരോട് പറയപ്പെടുന്നത്. ദൈവിക കാരുണ്യം അതിന്റെ സ്രോതസ്സിൽ തന്നെ അവർക്കായിട്ട് തടയപ്പെടുകയാണ്. അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. ഭൂമുഖത്ത് ഈ ധിക്കാരികള് എത്രയോ സൗഭാഗ്യങ്ങള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എത്രയോ അളവില് ദൈവിക കാരുണ്യം അവര് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ആഖിറത്തില് അവർക്ക് അള്ളാഹുവിനോടൊന്ന് വിലപിച്ച് കരയാൻ, അള്ളാഹുവിനോട് വല്ലതും ചോദിക്കാൻ പോലുമുള്ള, കരുണായാചന നടത്താൻ പോലുമുള്ള അവസരം അള്ളാഹ് നൽകുന്നില്ല. നിങ്ങൾ ഇനി മിണ്ടണ്ട എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പാപമോചനം തേടാനോ അവന്റെ കാരുണ്യത്തിന് വേണ്ടി അവനോട് കൈകൾ ഉയർത്തി തേടാനോ ഒന്നും ഇനി അവർക്ക് അവസരമില്ല. അള്ളാഹു അവരുടെ കവാടങ്ങള് കൊട്ടിയടക്കുകയാണ്. ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിലര് ഈ നാളിന് ശേഷം, അല്ലെങ്കിൽ ആ സന്ദർഭത്തിന് ശേഷം, ഈ നിഷേധികൾക്ക് പിന്നീട് അള്ളാഹുവിനോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും സാധിക്കുകയില്ല എന്ന വിലയിരുത്തലും നിരീക്ഷണവും ഒക്കെ നടത്തുന്നുണ്ട് പല പണ്ഡിതന്മാരും. എന്നാൽ അത് അത്രത്തോളം ഖുർആൻ അതിനെ പിൻബലപ്പെടുത്തുന്നില്ല. ഇതിനെ തുടർന്നുള്ള ഒരു സന്ദർഭത്തിൽ അവർ അള്ളാഹുവിനോട് നടത്തുന്ന ഒരു സംഭാഷണത്തിന്റെ കാര്യം ഖുർആൻ പരാമർശിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരുടെ സംസാരം എന്നേക്കുമായി അടഞ്ഞു പോകും. അവരുടെ സംസാരിക്കാനുള്ള കഴിവ് പിൻവലിക്കപ്പെടും. അവര് പൂർണ്ണമായിട്ടും നിശബ്ദരായിട്ടാണ് പിന്നീട് അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി വരിക എന്ന വിധത്തില് അത് മനസ്സിലാക്കുന്നതിന് സാങ്കേതികമായ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ ഒരു ചേരായികയുണ്ട്. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, അള്ളാഹുവിന്റെ അടുക്കല് ദയാദാക്ഷിണ്യത്തിന് വേണ്ടി കൈകൾ ഉയർത്താനും സംസാരിക്കാനും ഒന്നും അള്ളാഹു അവരെ അനുവദിക്കുന്നില്ല എന്നതാണ് ആ വസ്തുത. അവര് എന്നേക്കുമായിട്ട് അള്ളാഹുവിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവരായിട്ട് മാറുന്നു എന്നതാണ് അത് നൽകുന്ന സൂചന. അവര് സംസാര വൈഭവം തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാത്തവരായി തീരുന്നു എന്നതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.